ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ഒരു 8 days തായ്ലൻഡ് ട്രിപ്പ് പോവുകയാണ്. നമ്മൾ നേരെ കൊച്ചിയിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. നേരെ നമ്മൾ ഫുക്കറ്റിലേക്ക് പോകുന്നു. അവിടെ 3 days സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ബാങ്കോക്കിൽ പോകുന്നു. അവിടെയും 3rd day നമ്മൾ 3 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പട്ടയിൽ പോകുന്നു. അങ്ങനെ 3 days ആണ് ട്രിപ്പ്. നമ്മളെല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്നും എല്ലാവരും ബോർഡായിട്ടുണ്ട് ഫ്ലൈറ്റിൽ. നമുക്ക് 6 പേരുള്ളതുകൊണ്ട് 6 പേർക്കും ഡയറക്റ്റ് സ്ട്രൈറ്റ് റോ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ ഇതാ ഫുക്കറ്റിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഫുക്കറ്റിലെ ലാൻഡിങ് സീൻ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി ബ്ലൂ വാട്ടറും അതുപോലെ തന്നെ ഈ ഐലൻഡ്സും എല്ലാം നമുക്ക് നല്ല ലാൻഡിങ് വ്യൂവിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫുക്കറ്റിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അവിടെ നിന്ന് നേരെ നമ്മളൊരു വാനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബോൾട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കൂടെ നമ്മൾ ഇത്രയും പേരുള്ളതും ഞങ്ങളുടെ എല്ലാവരുടെയും ലഗേജ് ഉള്ളത് കൊണ്ട് നമ്മളൊരു 10 സീറ്ററിൻ്റെ വാനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വാനിൽ നമ്മൾ നേരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്റ്റേയിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആയിട്ടാണ് തോന്നിയത്. അതായത് ഉച്ചയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. രാവിലെയും വൈകുന്നേരവും വലിയ കുഴപ്പമില്ല. നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി ഈസിയായിട്ട് നടന്നു പോകാനൊക്കെ പറ്റുന്ന ഒരു ടെമ്പറേച്ചറേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്റ്റേയിൽ ചെന്ന് കുറച്ച് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഒരു വാൻ ബുക്ക് ചെയ്തു. നമുക്ക് ഇത്തവണ ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 6 സീറ്റർ വാൻ മതി. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ പട്ടം ബീച്ചിലേക്ക് പോയി. ഫുക്കറ്റിലെ പട്ടം ബീച്ച് എന്ന് പറയുന്ന വൺ ഓഫ് ദ ഫേമസ് ബീച്ചാണ്. അവിടെ ഒത്തിരി ആൾക്കാർ വാട്ടർ സ്പോർട്സും ആക്ടിവിറ്റീസിനും അതേപോലെ തന്നെ എന്താ പറയുക ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഒരു ലൊക്കേഷനാണ്. ഇപ്പം നമ്മൾ കയറുന്നത് ബറക്കൂട എന്ന് പറയുന്നൊരു ക്ലബ്ബാണ്. 24 hours പാർട്ടിങ് ആണ് അവിടെ. ഭയങ്കര വൈബാണ് അവിടെ. ഫുൾ ടൈം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ടൈം പാർട്ടിങ് ആണ് അവിടെ. അതിനുള്ളിൽ തന്നെ പ്രൈവറ്റ് പൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ബാർ, അതുപോലെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ പട്ടം ബീച്ച് എന്ന് പറയുന്നത് ബീച്ച് ആക്ടിവിറ്റീസ്, വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് അതുപോലുള്ള കാര്യങ്ങൾക്കാണ് ഫേമസ്. അതായത് ജെറ്റ് സ്കീ, പാരാസെയിലിംഗ്, അണ്ടർ വാട്ടർ വാക്കിംഗ് ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ഈ പട്ടം ബീച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ നല്ല ബെസ്റ്റ് പ്രൈസിന് പാരാസെയിലിങ്ങും അതുപോലെ തന്നെ അണ്ടർ വാട്ടർ വാക്കിങ്ങും ജെറ്റ് സ്കീയും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പോൾ ചില പ്രൊവൈഡേഴ്സ് അവിടെ സ്കാമൊക്കെ നടത്തുന്നുണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ എക്യുപ്മെൻറ്റിന് ഡാമേജ് പറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നിന്ന് എക്സ്ട്രാ ക്യാഷൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊവൈഡേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് റേറ്റിംഗ്സ് ഉള്ളവരെ ചൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുക്കറ്റിലെ പട്ടോങ് ബീച്ചിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്നൊക്കെ കയറി വാഷ് ചെയ്തു. അവിടെ കുറച്ച് നേരം ഇരുന്നു, സൺസെറ്റ് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷനായ ബംഗ്ലാ റോഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. ബംഗ്ലാ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന്. ഗൈസ്, ഇതാണ് നമ്മളുടെ ബംഗ്ലാ സ്ട്രീറ്റ്. ബംഗ്ലാ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫുക്കറ്റിൽ പോകുന്ന ഒരാൾ പോലും ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്ന ഒരു സ്ട്രീറ്റാണ് ബംഗ്ലാ സ്ട്രീറ്റ്. ബംഗ്ലാ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ലൈവാണ്. ഇത് പെഡസ്ട്രിയൻസിന് മാത്രമുള്ള സ്ട്രീറ്റാണ്. ഇതുവഴി വെഹിക്കിൾസ് ഒന്നും അലൗഡ് അല്ല. ഫുൾ ടൈം ലൈവാണ്, വൈബ്രൻ്റ് ആണ് ഈ സ്ട്രീറ്റ്. ഫുക്കറ്റിൻ്റെ നൈറ്റ് ലൈഫ് എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഈ സ്ട്രീറ്റിലൊന്ന് പോയാൽ മതി. ഈ കാണുന്ന സാധനമാണ് തുക്തുക്ക്. തായ്ലൻഡ് തുക്തുക്ക് എന്ന് പറഞ്ഞത് വളരെ ഫേമസ് ആണ്. ഒന്നുമില്ല, സാധനം നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ തന്നെ. പക്ഷേ ഈ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് എക്സോസ്റ്റ് ഒക്കെ എക്സ്ട്രാ ചെയ്ത് ടയർ സൈസൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഫുൾ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ്. നമ്മുടെ 6 സീറ്റർ വെഹിക്കിളിനേക്കാളും എക്സ്പെൻസീവ് ആണ് തുക്തുക്കിൽ ട്രാവൽ ചെയ്യാൻ. അങ്ങനെ ഞങ്ങളൊരു 1.5 hours ആ ബംഗ്ലാ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നു. അതൊരു ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലാണ്, ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. നമ്മുടെ നാട്ടിൽ അലൗഡ് അല്ലാത്ത പല കാര്യങ്ങളും അവിടെ അലൗഡാണ്. പബ്ലിക്കാണ്, ലൈവാണ്, അങ്ങനത്തെ ഒരു സ്ട്രീറ്റാണ്. വളരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു അറ്റ്മോസ്ഫിയറും ലൈഫ് സ്റ്റൈലുമാണ് അവിടെ. ധാരാളം പബ്സും ക്ലബ്സും അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്ട്രീറ്റ് പെർഫോമൻസും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങളവിടെ നിന്ന് പോകുന്ന ഒരു മൈക്കിൾ ജാക്സൻ്റെ ഒരു ഡാൻസ് ഷോ ആയിരുന്നു. കുറച്ച് പേരിങ്ങനെ വന്നിട്ട് ഒരു ഷോ പെർഫോം ചെയ്യുകയാണ് എല്ലാവരുടെയും മുമ്പിൽ.
ബംഗ്ലാ സ്ട്രീറ്റിൽ കൂടെ വാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ അറിയത്തില്ല. അതായത് അവിടുത്തെ ആ ഒരു എനർജിയാണ്, ആ സ്ട്രീറ്റിൻ്റെ ഒരു എനർജിയാണ്. അതായത് ചുറ്റിനും നിയോൺ ലൈറ്റ്സ്, ലൗഡ് മ്യൂസിക്, പിന്നെ ആ ഒരു സ്ട്രീറ്റിൻ്റെ എനർജി, അത് വളരെ നമുക്കതൊന്ന് എടുത്ത് പറയേണ്ടത് തന്നെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് മെഗ്ലാ സ്ട്രീറ്റിലൊക്കെ ഞങ്ങൾ വാക്ക് ചെയ്തിട്ട് അതിൻ്റെ എക്സിറ്റിലെത്തി. പിന്നെ അടുത്ത ഡിന്നർ തപ്പിയായി, അടുത്ത നോട്ടം. അങ്ങനെ ഡിന്നർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ് ഇന്ത്യൻ ഫുഡ്. അവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടും, നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടും, പക്ഷേ നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ തായ്ലൻഡിൽ പോയിട്ട് നമുക്ക് തായ് ഫുഡ് ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ തായ് ഫുഡൊക്കെ കുറേയൊക്കെ ട്രൈ ചെയ്തു. തായ് ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ വേറെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലാൽ തായ് ഫുഡ് എവിടെയാണോ കിട്ടുന്നത് അത് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. അതൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ഫുക്കറ്റ് തായ്ലൻഡിലെ ഫസ്റ്റ് ഡേ. അങ്ങനെ നമ്മൾ ഈ ഡേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഡേ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും.